നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വലിയ ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് എന്ന ആശയം ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും അത് വിളംബരപ്പെടുത്തുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം. ഇതിനെക്കുറിച്ചാണ് വിശ്വാസം എന്ന് പറയുന്നത്. ചില ആളുകൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് പോലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള ആ ഒരു കാര്യത്തിന് മാത്രമാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ റെഡിയാണ്, അവനെക്കുറിച്ച് വിശ്വാസി എന്ന് പറയാം. നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നോമ്പെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മദ്യപിച്ചാലും വ്യഭിചരിച്ചാലും പലിശ വാങ്ങിയാലും ഒന്നും ഒരു കുഴപ്പമില്ല. കാരണം വിശ്വാസം അവനുണ്ടല്ലോ. വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ സംഗതിക്കാണല്ലോ. അതിപ്പോൾ ഉറപ്പല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് അവൻ അംഗീകരിക്കുന്നുണ്ട്, ഓനത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന ഒരു ധാരണ പൊതുവെ പടർന്ന് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഇടയിലൊക്കെ തന്നെയും. നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ ഓനെപ്പറ്റി കാഫിർ എന്ന് പറയാൻ പറ്റൂല. നമ്മൾ തന്നെ പറയാറുണ്ട്. കള്ളുടിക്കുന്ന ആൾക്കാർ, കള്ളുടിയന്മാരെ പറ്റി ഇപ്പം നമ്മൾ കാഫിർ എന്ന് പറയാമോ? ഇല്ലല്ലോ. അപ്പോൾ കള്ളുടിച്ച് വിചാരിച്ചിട്ടും അവൻ്റെ ഈമാനിന് അത് തകരാറൊന്നും വരുന്നില്ല എന്ന ഒരു തെറ്റായ ധാരണ വളരെ വ്യാപകമായി, അത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ഉൽപ്പതിഷ്ണുക്കൾ പടച്ചു വിട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. മുർജിഉകൾ എന്നായിരുന്നു പഴയ കാലത്ത് അവരുടെ പേര്. ഇപ്പോഴും ആ പേരിൽ തന്നെ കിതാബുകളിലൊക്കെ കാണാം മുർജിഅ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആശയം ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. അത് മാത്രമാണ് ഈമാൻ. ഈമാൻ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആ സംഗതിക്കാണ്. അതിൻ്റെ യാതൊരു അടയാളങ്ങളും പുറത്തേക്ക് കാണണം എന്ന യാതൊരു നിർബന്ധവുമില്ല. മുർജിഅ അങ്ങനെ ഈ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ സംഗതി ഉണ്ടെങ്കിൽ പിന്നെ അവർ നരകത്തിൽ കടക്കുന്ന പ്രശ്നവുമില്ല. അപ്പം പിന്നെ നരകത്ത് പോലല്ല, നരകത്ത് പോകൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കലും പറയാത്ത, അംഗീകരിക്കാത്ത, മനസ്സിൻ്റെ ഉള്ളിൽ അതില്ലാത്ത, പരസ്യമായി അള്ളാഹു ഇല്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ രണ്ട് ദൈവമുണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകൻ അല്ല എന്ന് പറയുന്ന, നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാഫിരീങ്ങൾ, ഈ കാഫിരീങ്ങൾ മാത്രമേ നരകത്ത് പോളൂ, വേറെ ആർക്കും നരകമില്ല എന്ന ഒരു ധാരണ നേരത്തെ ഉള്ളതാണ്. മുർജിഉകൾ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ തന്നെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അവർക്ക് കുറേ നേതാക്കന്മാരുണ്ട്. ഞാൻ അവരെ ഒന്നും ഇപ്പോൾ പറയുന്നില്ല, കാരണം ഇത്തരം ഒരു സദസ്സിൽ അത്ര ഗാഢമായി സംസാരിക്കുന്നത് ഉചിതമല്ല എന്ന് എനിക്കറിയാം. അവർ പൊട്ടിപ്പുറപ്പെട്ട ആ പശ്ചാത്തലത്തിൽ തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന, അന്ന് സഹാബികളൊന്നുമില്ല, സഹാബികളുടെ തൊട്ടു ശേഷമാണ് ഇത്, സഹാബത്തിൻ്റെ കാലശേഷം, താബിഊകളുടെ കാലത്ത്. അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ വളരെ വ്യക്തമായി പഠിപ്പിക്കാൻ തുടങ്ങി, അൽ ഈമാനു ഖൗലുൻ വ അമൽ. വേറെ ചില ഉദ്ധരണികളിൽ കാണാം, അൽ ഈമാനു ഇഅ്തിഖാദുൻ ബിൽ ഖൽബി വ അമലുൻ ബിൽ അർക്കാനി വ ഖൗലുൻ ബിൽ ലിസാൻ. ഈമാൻ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആ സംഗതി മാത്രമല്ല. അൽ ഈമാനു ഖൗലുൻ വ അമൽ, വാക്കും പ്രവൃത്തിയുമാണ് ഈമാൻ. അപ്പോൾ ചില വാക്കുകളുണ്ട്, ആ വാക്കുകൾ പറഞ്ഞെങ്കിലേ വിശ്വാസിയാവുകയുള്ളൂ. ചില വാക്കുകൾ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുപോലെ ചില പ്രവൃത്തികളുണ്ട്, ആ പ്രവൃത്തി ചെയ്തേ തീരൂ, ചെയ്തെങ്കിലേ വിശ്വാസിയാവുകയുള്ളൂ. നമ്മളെ മലയാളത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ, സ്വാലിഹായ അമലുകൾ. വേറെ ചില കർമ്മങ്ങളുണ്ട്, അത് ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇത് സിമ്പിളായിട്ട് നമുക്കൊക്കെ അറിയുന്ന ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, മുസഹഫ് എടുത്തിട്ട് ഒരുത്തൻ, പരിശുദ്ധ ഖുർആനിൻ്റെ കോപ്പി എടുത്തിട്ട് ഒരുത്തൻ മൂത്രത്തിലിട്ടു എന്ന് വെക്കുക ബോധപൂർവം, ഓനെപ്പറ്റി നമ്മൾ എന്തെന്നാ പറയാ? കാഫിർ എന്നല്ലേ പറയാ? പച്ച കാഫിറാണ്. ഒരു പ്രവാചകനെ ഒരാൾ ആക്രമിച്ചു, പ്രവാചകനെ ചീത്ത പറഞ്ഞു, പ്രവാചകനെ കൊന്നുകളഞ്ഞു, അല്ലെങ്കിൽ അള്ളാഹുവിനെ ചീത്ത പറഞ്ഞു,
പേര് മുസ്ലിമാണ്, പക്ഷെ ഓൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാചകനെ ചീത്ത പറഞ്ഞു, ഓനെ പറ്റി നമ്മൾ എന്തെന്നാ പറയാ? ഓൻ കാഫിർ, ഇസ്ലാമിലില്ല. ഓനെപ്പറ്റി ഏതെങ്കിലും ഗ്രൂപ്പിന്റെ പേരൊന്നും വെച്ചിട്ട് ഓൻ ആ ഗ്രൂപ്പല്ല, ഓൻ ഇസ്ലാമിൽ നിന്ന് പുറത്ത്. എന്തേ ഓനെ പറ്റിയ തകരാറ്? ഓന്റെ ഹൃദയത്തിലുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓന്റെ ഹൃദയത്തിൽ ഓൻ ഉറച്ചു പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, എനിക്ക് ഉറപ്പാണ്, അതെന്റെ മനസ്സിലുണ്ട്. അതോടൊപ്പമാണ് അവൻ പ്രവാചകനെ ചീത്ത പറയുന്നത്. അവൻ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല, അവൻ മുർത്തദ്ദാണ്. അപ്പൊ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വെറും ഒരു വിശ്വാസം എന്ന് തന്നെ അതിനെപ്പറ്റി പറയാൻ പാടില്ല. ഈമാൻ എന്ന അറബി വാക്കിന്റെ പരിഭാഷയായിട്ടാണ് നമ്മൾ മലയാളത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ മുഅ്മിനായ മനുഷ്യൻ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഉള്ളവൻ മാത്രമല്ല. അത് മുർജിഉകളുടെ വിശ്വാസമാണ്, അഹ്ലുസുന്നയുടെ വിശ്വാസം അല്ല. ഇമാം ഷാഫി റഹിമഹുല്ലയെ പോലെയുള്ള മദ്ഹബിന്റെ ഇമാമിങ്ങൾ മുഴുവനും അത് പറഞ്ഞിട്ടുണ്ട്. അൽ ഈമാനു ഖൗലുൻ വ അമൽ. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ, മലയാളത്തിൽ ചിലപ്പോൾ വിശ്വാസം നടന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ സംഗതി ആയിരിക്കും, പക്ഷെ ഇസ്ലാമിക വ്യവഹാരം അനുസരിച്ച് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതും നാവ് കൊണ്ട് പറയേണ്ടതും അംഗങ്ങൾ കൊണ്ട് അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കേണ്ടതുമായ മൊത്തം 3 സംഗതികൾ മുറക്കബായ അറബി ഭാഷയിൽ പറഞ്ഞാൽ ഈ ഒരു കലക്ഷൻ, ഈ ഒരു കോമ്പിനേഷൻ, ഇതിനെക്കുറിച്ചാണ് ഇസ്ലാമിക വ്യവഹാരത്തിൽ പറയുന്ന വിശ്വാസം. പരിശുദ്ധ ഖുർആനിലെ എത്രയോ ആയത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. ഇത് ഉള്ളവനാണ് സ്വർഗപ്രവേശനം. നമ്മൾ വെള്ളിയാഴ്ച തോറും ഓതി വരുന്ന സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് കാണാം 107-ാമത്തെ സൂക്തം. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. സ്വർഗം ആർക്കുള്ളതെന്നാ പറഞ്ഞത്? ഇന്നല്ലദീന ആമനു, ഹൃദയത്തിന്റെ ഉള്ളിലുള്ളവർ, വഅമിലു സ്വാലിഹാതി, കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, അവരെ കുറിച്ചാണ് അല്ലാഹ് പറയുന്നത്. കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, അവർക്ക് സ്വർഗമുണ്ട്. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല. അത് കഴിഞ്ഞിട്ട് 109-ാമത്തെ സൂക്തം ഖുൽ ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി. അതും കഴിഞ്ഞിട്ട് 110-ാമത്തെ അവസാനത്തെ സൂക്തത്തിൽ അല്ലാഹ് പറഞ്ഞു ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. കഴിഞ്ഞിട്ട് ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽ യഅമൽ അമലൻ സ്വാലിഹാ. അള്ളാഹുവിൻ്റെ ലിഖാഇനെ പ്രതീക്ഷിക്കുന്നവർ, ഫമൻ കാന യർജു, അറബി ഭാഷയിൽ യർജു എന്ന് പറഞ്ഞാൽ കേവലം വ്യാമോഹമല്ല. വ്യാമോഹം ആർക്കും എന്തും വ്യാമോഹിക്കാം. സ്വർഗത്തിൽ കടക്കണമെന്ന് വ്യാമോഹിക്കുന്നവരുണ്ട്, ഒരു പണിയും എടുക്കാതെ. അവരെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വേറെ പറയും. എന്നാൽ ഇവരെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞത് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ എന്നല്ല. പിന്നെ ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആത്മാർത്ഥമായി ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അവൻ കർമ്മങ്ങൾ ചെയ്തു കൊള്ളണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, അള്ളാഹുവിൽ അവൻ പങ്കുകാരെ ചേർക്കാൻ പാടില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം മനസ്സിലായി, കർമ്മങ്ങൾ ചെയ്യാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവന് എന്തില്ല? നല്ല പ്രതീക്ഷയില്ല. പിന്നെ അവൻ ആരാണ്? അവൻ വ്യാമോഹിയാണ്. വ്യാമോഹികളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അന്നിസാഇന്റെ 122, 123, 124 സൂക്തങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അവർ ശാശ്വതന്മാരാണ് സ്വർഗത്തിൽ. വഅദല്ലാഹി ഹഖ്ഖൻ, ഇത് അള്ളാഹുവിൻ്റെ സത്യസന്ധമായ ഉടമ്പടിയാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീലാ, അള്ളാഹുവിനേക്കാൾ സത്യം പറയുന്നവരാരാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് തൊട്ടടുത്ത സൂക്തത്തിൽ അല്ലാഹ് പറയുന്നു ലൈസ ബി അമാനിയിക്കും വലാ അമാനി അഹ്ലിൽ കിതാബ്. നിങ്ങളെ വ്യാമോഹം നടപ്പില്ല. മുസ്ലിമീങ്ങളെ നോക്കിയിട്ടാണ് പറയുന്നത് അല്ലാഹ്, ജൂതന്മാരെ നോക്കിയിട്ടാണ് പറയുന്നത് അല്ലാഹ്.
യഹൂദികളെയും നസ്രാനികളെയും നോക്കിയിട്ട് പറയുന്നു ലൈസ ബി അമാനിയിക്കും, നിങ്ങൾ വ്യാമോഹിക്കുന്നത് പോലെയല്ല. എന്ത്? കേവലം ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായാൽ സ്വർഗത്തിൽ പ്രവേശിക്കാം. ലൈസ ബി അമാനിയിക്കും വല അമാനി അഹ്ലിൽ കിതാബ്. അമാനി, അമാനി എന്ന് പറഞ്ഞാൽ ഉംനിയ എന്ന അറബി വാക്കിൻ്റെ ബഹുവചനമാണ്. ഉംനിയ എന്ന് പറഞ്ഞാൽ വ്യാമോഹം. ഒരു പണിയെടുക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, അല്ലെങ്കിൽ ഞാനത് ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട്, എനിക്കൊരു സംശയവുമില്ല, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിയനായിട്ട് ഇരുന്നാൽ, എന്നിട്ട് അവൻ സ്വർഗം ആഗ്രഹിക്കുകയും ചെയ്താൽ അവനെക്കുറിച്ച് പറയുന്ന പേരാണ് വ്യാമോഹി. അവനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ലൈസ ബി അമാനിയിക്കും വല അമാനി അഹ്ലിൽ കിതാബ് മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി വലാ യജിദൂന ഇലാ ആഖിരിൽ ആയ. അത് കഴിഞ്ഞിട്ടുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നു വമൻ യഅമൽ മിനസ്സാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുളമൂന നഖീറാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടാവുകയും അമില സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനായ ഏതൊരു പുരുഷനും സ്ത്രീയും അവർ സ്വർഗത്തിൽ കടക്കും. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് സ്വർഗത്തിൽ കടക്കണമെന്ന് പ്രതീക്ഷ ഉണ്ടോ? അള്ളാഹുവിൻ്റെ പാപമോചനം നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിന്റെ പ്രതീക്ഷ സത്യസന്ധമായ പ്രതീക്ഷയാണോ? എങ്കിൽ അവിടെ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഉപാധിയാണ് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള വിശ്വാസവും പ്രവർത്തനങ്ങളും. സൂറത്തു അൽ ബഖറയുടെ 218 അല്ലാഹു തആല പറഞ്ഞു ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവർ ആരാണ്? ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈമാനുണ്ട്, ഉറപ്പാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രവാചകനെന്ന് ഉറപ്പാണ്. അങ്ങനത്തവൻ പ്രതീക്ഷിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു പ്രതീക്ഷ എന്ന് പറയില്ല. അത് പ്രതീക്ഷയല്ല, അത് വ്യാമോഹമാണ്. എന്നാൽ പ്രതീക്ഷ ആരുടേതാണ്? സത്യസന്ധമായി പ്രതീക്ഷിക്കുന്നവൻ ആരാണ്? അല്ലാഹു പറഞ്ഞു ഇന്നല്ലദീന ആമനു, ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിശ്വാസമുള്ളവൻ, വല്ലദീന ഹാജറു, പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോയവൻ, വജാഹദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്തവൻ. ഉണ്ടോ? അപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മാത്രം പോരാ, കൈകാലുകൾ കൊണ്ട് വേണം, നാവ് കൊണ്ട് വേണം. എന്നിട്ട് അവരെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത് ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവർ. മറ്റവരെ കുറിച്ച് പ്രതീക്ഷിക്കുന്നവരെന്ന് പറയാൻ പറ്റില്ല, വ്യാമോഹിക്കുന്നവർ എന്നാണ് പറയുന്നത്. വ്യാമോഹികളുടെ വ്യാമോഹം ഒരിക്കലും നടപ്പില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ നിസ്കരിച്ചുകൊണ്ട് ചിലപ്പോൾ പ്രാർത്ഥിക്കും, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ പോലും കാഫിരീങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കൂല. നിങ്ങൾക്കറിയാം വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, അവിശ്വാസികളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ തന്നെ മുഅ്മിനാവണം എന്നതിൽ യാതൊരു സംശയവും ഇല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു നീണ്ട ഹദീസിൻ്റെ ഇടയിൽ പറയുന്നു വദകറ റജുല യുതീലു സഫറ അഗ്ബറ അശ്ഗസ അഗ്ബറ യർഫഉ യദൈഹി യാ റബ്ബി യാ റബ്ബി വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദ്ദിയ ബിൽ ഹറാം അന്നാ യുസ്തജാബു ലഹു. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഒരു മനുഷ്യൻ്റെ 3 ഗുണങ്ങൾ ആദ്യം പറഞ്ഞു. ദക്കറ റജുല, പ്രവാചകൻ ഒരാളെക്കുറിച്ച് പറഞ്ഞു, അയാൾക്ക് 3 ഗുണങ്ങളുണ്ട്. എന്താണ് ആ 3 ഗുണങ്ങൾ? യുതീലു സഫർ, നീണ്ട യാത്ര ചെയ്യുന്നയാളാണ്. യാത്ര എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. ഞാനതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. പ്രത്യേകിച്ച് ഭാര്യമാർക്കും സന്താനങ്ങൾക്കും മഴീഷത്തിന് വേണ്ടിയുള്ള യാത്ര, ഗൾഫിൽ യാത്രക്ക് പോകുന്നു നമ്മൾ ജോലിക്ക് വേണ്ടി, നല്ല പുണ്യകർമ്മമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാവത്തിന് വേണ്ടി പോകുന്നു, ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്നു, ഇതൊക്കെ നല്ല അമലുകളാണ്. യുതീലു സഫർ, യാത്ര പോകുന്നു എന്നല്ല പ്രവാചകൻ പറഞ്ഞത്. യുതീലു സഫർ, നീണ്ട യാത്ര പോകുന്നു, കാൽനടയായി പോകുന്നു, വാഹനപ്പുറത്ത് കയറി പോകുന്നു, ഒരു ഗുണം. രണ്ടാമത്തെ ഗുണം അശ്ഗസ അഗ്ബറ, അവന് ശാരീരികമായി മുഷിഞ്ഞിട്ടുണ്ട്.
കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ പെട്ടെന്ന് കുളിക്കാൻ കഴിയില്ല, എല്ലായ്പ്പോഴും നല്ല വസ്ത്രങ്ങൾ അണിയാൻ കഴിയില്ല. അതൊരു പ്രത്യേകതയാണ്, അതൊരു നല്ല ഗുണമാണ്. കൽപ്പിച്ചു കൂട്ടി കുളിക്കാതിരിക്കൽ നല്ല ഗുണമല്ല, പക്ഷേ പണിയെടുത്ത് കുളിക്കാൻ സമയം കിട്ടിയില്ല, അതൊരു നല്ല ഗുണമാണ്. ചിലപ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും, അത് കൽപ്പിച്ചു കൂട്ടി ദുർഗന്ധം വരുത്തുന്നതല്ല. അങ്ങനെയുള്ളവന്റെ രണ്ടാമത്തെ ഗുണം യുതീലു സഫറ, അവൻ നീണ്ട യാത്രയാണ്, അവന്റെ ശരീരം ചടഞ്ഞിട്ടുണ്ട്. അശ്ഗസ അഗ്ബറ, മൂന്നാമത്തെ ഗുണം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നതാണിത്. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള പല കണ്ടീഷനുകൾ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് യാത്രക്കാരനായിരിക്കുക. വൽ മുസാഫിറു ഹത്താ യർജിഅ, യാത്രക്കാരൻ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെ അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ പറയുന്നു. ഇങ്ങനെയുള്ള ഒരു യാത്രക്കാരനെ പരിചയപ്പെടുത്തി തരുന്നു. മൂന്നാമത്തെ ഗുണം യർഫഉ യദൈഹി യാ റബ്ബി യാ റബ്ബ്, രണ്ട് കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് അവൻ പറയുന്നു യാ റബ്ബി യാ റബ്ബി. പ്രാർത്ഥനയുടെ ആദാബുകളിൽപ്പെട്ടതാണ് കൈ ഉയർത്തുക. എല്ലായിടത്തും ഇല്ല കേട്ടോ. വെള്ളിയാഴ്ച മിമ്പർമേൽ ഖുത്ബ ഓതുമ്പോൾ ദ്വാരക്കും കൈ ഉയർത്താൻ പാടില്ല. മൗമൂമിങ്ങളും കൈ ഉയർത്തണ്ട, ഖത്തീബും കൈ ഉയർത്തണ്ട. അതുപോലെ തന്നെ പല പ്രാർത്ഥനകളിൽ കൈ, നമ്മൾ നിസ്കരിക്കുമ്പോൾ ദ്വാരക്കും അത്തഹിയാത്തിൽ ദുആ ഉണ്ട്, കൈ ഉയർത്താൻ പാടില്ല. സുജൂദിൽ ദുആ ഉണ്ട്, കൈ ഉയർത്താൻ പാടില്ല. എന്നാൽ അങ്ങനെയല്ലാത്ത സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തൽ ഒരു അദബിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനായിൽ വെച്ച് പ്രാർത്ഥിച്ചു, ജംറയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, സഫാ മർവയുടെ മുകളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോഴെല്ലാം കൈ ഉയർത്തിയിട്ടുണ്ട്. മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം, സ്വലാത്തുൽ ഇസ്തിസ്ഖാവിന് വേണ്ടി പ്രാർത്ഥിച്ചു, രണ്ട് കൈയും ഉയർത്തിയിട്ട് കക്ഷത്തിലെ വെളുപ്പ് കണ്ടിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാം. എന്നാൽ എല്ലാ പ്രാർത്ഥനയിലും കൈ ഉയർത്തലില്ല. എന്നാൽ ചില പ്രാർത്ഥനകളിൽ കൈ ഉയർത്തൽ സുന്നത്ത് ആണ്. നിസ്കാരത്തിലെ ഖുനൂത്ത്, നിസ്കാരത്തിൽ കുനൂത്ത് ഉണ്ട്. സുബൈ നിസ്കാരത്തിൽ മാത്രമായിട്ട് പ്രത്യേക ഒരു കുനൂത്തൊന്നുമില്ല. എന്നാൽ ഏത് നിസ്കാരത്തിനും കുനൂത്ത് ഓതാം. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് അപകടം വരുമ്പോൾ കുനൂത്ത് ഓതൽ സുന്നത്തുണ്ട്. കുനൂത്ത് നാസില, ആ കുനൂത്തിൽ കൈ ഉയർത്തണം, സുന്നത്താണ്. എന്നാൽ കൈ ഉയർത്തിയിട്ട് ചില ആൾക്കാർ മുഖം കൊണ്ട് തടവും, പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരന്നിട്ട് മുഖത്തേക്ക് തടവിയത് വളരെ ചുരുങ്ങിയ 1-2 ഹദീസുകളിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. അതുപോലും നിസ്കാരത്തിലെ ഖുനൂത്തിലെ ഒരൊറ്റ പ്രാർത്ഥനയിലും അള്ളാഹുവിൻ്റെ റസൂൽ കൈകൊണ്ട് മുഖം തടവിയിട്ടില്ല. നമ്മളെ നാട്ടിലെ ചില ആളുകൾ കാണാം, ഖുനൂത്ത് ഓതിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മോത്തുക്ക് തടവും, ചിലപ്പോൾ നെഞ്ഞത്തുക്ക് തടവും. ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്. വിവരമില്ലാതെ ചെയ്യുന്നവർക്ക് എക്സ്ക്യൂസ് ഉണ്ടാവും, പക്ഷെ വിവരമുണ്ടായിട്ട് നമ്മളത് ചെയ്യാൻ പാടില്ല. അപ്പോൾ മൂന്നാമത്തെ ഗുണം യമുദ്ദു യർഫഉ യദൈഹി യഖൂൽ യാ റബ്ബി യാ റബ്ബ്, യാ റബ്ബി എന്ന് അവൻ ഇങ്ങനെ പറയുന്നുണ്ട്. 3 ഗുണങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു വമത്അമുഹു ഹറാം, അവൻ്റെ ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്ന വെള്ളം ഹറാമാണ്. വമൽബസുഹു ഹറാം, അവൻ ധരിച്ചിട്ടുള്ള വസ്ത്രം ഹറാമാണ്. അന്നാ യുസ്തജാബു ലിദാലിക, എവിടുന്നാണ് ഓന് ഉത്തരം കിട്ടുന്നിരിക്കുന്നത്? അവൻ്റെ ദുആക്ക് ഉത്തരമില്ല. കണ്ടോ? അപ്പൊ ദുആർക്കുമ്പോൾ ഉത്തരം കിട്ടാതിരിക്കുക എന്നത് കാഫിരീങ്ങളുടെ അടയാളമാണ്. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, കാഫിരീങ്ങൾക്കാണ് അല്ലാഹു തആല ഉത്തരം കൊടുക്കാത്തത്. എന്നാൽ ഇവനെ പറ്റി അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അന്നാ യുസ്തജാബു ലിദാലിക, ഓന് എവിടുന്ന് ഉത്തരം കിട്ടാൻ? എന്താ കാര്യം? അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് വീഴ്ച കാണിച്ചു, വമ്പിച്ച പന്തികേടുണ്ടായി, ഹറാമായ മുതല് അവൻ ഉപയോഗിച്ചു. അത് ഈമാനിന്റെ ഭാഗമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുക, തെറ്റായ കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അത് ഈമാനിന്റെ ഭാഗമാണ്. നിസ്കാരം വെറും ഒരു കർമ്മമല്ല, നിസ്കാരം ഈമാനാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നിസ്കാരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് പരിശുദ്ധ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ വേണ്ടി കൽപ്പിച്ച ആയത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ആയത്തിൽ കാണാം വമാ കാനല്ലാഹു ലിയുളിഅ ഈമാനക്കും. അഥവാ ചില സഹാബികൾക്ക് സംശയമുണ്ടായി, നമ്മളെ കൂട്ടത്തിൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് നിസ്കരിച്ച് മരിച്ചുപോയ കുറേ ആളുകളില്ലേ, 10, 12, 13, 14 വർഷത്തോളം ഏകദേശം 14 വർഷത്തോളം ഏകദേശം അന്ന് സുന്നത്തായ നിസ്കാരമാണ് അധികവും, ഫർളായ നിസ്കാരം ആയിട്ടില്ല. സുന്നത്തായ നിസ്കാരങ്ങളും പിന്നെ കുറേ ഫർളായ നിസ്കാരങ്ങളും ഒക്കെ പാടെ ആയിട്ട് ബൈത്തുൽ മഖ്ദിസിലേക്ക് നിസ്കരിച്ച് മരിച്ചുപോയവരുണ്ടല്ലോ, അവരെ നിസ്കാരമൊക്കെ തോട്ടിലായോ?
ഇപ്പൊ കാബയിലേക്ക് നിസ്കരിക്കാൻ തീരുമാനം വന്നല്ലോ. അപ്പൊ അല്ലാഹു തആല അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയുമോ? വമാ കാനല്ലാഹു ലിയുളിയ ഈമാനകും, നിങ്ങളെ ഈമാൻ അല്ലാഹു നഷ്ടപ്പെടുത്തുകയില്ല. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ? നിങ്ങളെ നിസ്കാരം. നിസ്കാരത്തെക്കുറിച്ച് അല്ലാഹു തആല ഈമാൻ എന്ന പദം പ്രയോഗിച്ചതായിട്ട് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഇങ്ങനെ പല കർമ്മങ്ങളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തത്വാഅ ഇലൈഹി സബീലാ. സൂറത്തു ആലു ഇമ്രാനിൽ കാണാം, നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അള്ളാഹു അവൻ്റെ അടിമകളുടെ മേലിൽ സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ള ആളുകളാണോ അവരുടെ മേലിൽ ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ്? വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സാധ്യമായിട്ടും ഹജ്ജിന് പോകാത്തവൻ അവനെ പറ്റി എന്താ പറഞ്ഞത്? വമൻ കഫറ, ആരെങ്കിലും കാഫിറായി പോയാൽ, അഥവാ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയാൽ, ശരീരത്തിനും സമ്പത്തിനും ശക്തി ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്തവനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അപ്പൊ കർമ്മങ്ങൾ ഇതൊക്കെ ഈമാനാണ്. നിസ്കാരം ഈമാനാണ്, നോമ്പ് ഈമാനാണ്, ഹജ്ജ് ഈമാനാണ്, വ്യഭിചരിക്കാതിരിക്കൽ ഈമാനാണ്, കള്ള് കുടിക്കാതിരിക്കൽ ഈമാനാണ്. കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളിപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു ഈമാൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കാണണം. അത് പുറത്തേക്ക് കണ്ടിട്ടില്ലെങ്കിൽ അവൻ കള്ളത്തരം പറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. നമുക്കൊരാളോട് ദേഷ്യമുണ്ടായാൽ നമ്മുടെ മുഖത്തത് കാണുന്നുണ്ടല്ലോ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പോലും പിണങ്ങിയാൽ ആ പിണക്കം രണ്ടു പേരുടെയും മുഖത്ത് മാത്രമല്ല, കൈകാലുകളിൽ മാത്രമല്ല, സംസാരത്തിൽ മാത്രമല്ല, പെരുമാറ്റത്തിലെല്ലാം അത് കാണുന്നുണ്ടല്ലോ. എന്ന അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ട്, മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട് എന്ന് പറയുക എന്നല്ലാതെ ശരീരത്തിലെവിടെയും അതിൻ്റെ അടയാളങ്ങൾ കാണാനില്ല. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമുകൾ നേരത്തെ പറഞ്ഞു, അൽ ഈമാനു ഖൗലുൻ വ അമൽ. ഈമാൻ എന്ന് പറയുന്നത് വാക്കും പ്രവൃത്തിയുമാണ്. പ്രവൃത്തിയെക്കുറിച്ച് അത് ഈമാനല്ല. പ്രവൃത്തി ഇല്ലെങ്കിലും കഴിച്ചിലായി പോകും, രക്ഷപ്പെട്ടു പോകും എന്ന സിദ്ധാന്തം സമുദായത്തിൽ ഇറക്കി വെച്ചിട്ടുള്ളത് വളരെ വലിയ അപകടങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനെ വളരെ നോർമലൈസ് ചെയ്തുകൊണ്ട് ലാഘവത്തോടുകൂടി കണ്ടതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്ന് ക്ഷേത്രത്തിൽ പോയാലും പ്രശ്നമില്ല, ജാറത്തിൽ പോയാലും പ്രശ്നമില്ല, ശിർക്ക് ചെയ്താലും പ്രശ്നമില്ല, രാമനെ വിളിച്ചാലും പ്രശ്നമില്ല, CM മടവൂരിനെ വിളിച്ചാലും പ്രശ്നമില്ല. കാരണം ഞാൻ മുസ്ലിമല്ലേ, മുസ്ലിമായ വാപ്പക്കും ഉമ്മക്കും ജനിച്ചവനല്ലേ, എൻ്റെ പേര് മുഹമ്മദ് എന്നല്ലേ, ഞാൻ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നില്ലേ എന്നൊരു ലാഘവത്തോടു കൂടി ഏത് കുഫ്രിയത്ത് ചെയ്യുന്നവനും മെമ്പർഷിപ്പ് നിലനിർത്തുന്ന ഒരവസ്ഥാവിശേഷം ഈ സമുദായത്തിൽ വന്നുപെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം എന്ന് പറയുന്നത് കേവലം മനസ്സിൻ്റെ ഉള്ളിലുള്ള സംഗതി കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല. ഇസ്ലാം ലോകത്തെ ഏറ്റവും വലിയ തിരുത്തൽ പ്രസ്ഥാനമാണ്. ലോകത്തിൻ്റെ വ്യവസ്ഥിതികളെ മാറ്റിമറിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ദൗത്യ സംഘമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഒരാൾ ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം അടിമുടി മാറ്റത്തിന് വിധേയമാവുക എന്നാണ്. ഒരു സമുദായം, ഒരു സമൂഹം, ഒരു പ്രദേശം, ഒരു രാജ്യം ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ മുഴുവൻ വ്യവസ്ഥിതികളും അടിമുടി നഖശികാന്തം മാറ്റത്തിന് വിധേയമാവുക എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ അബൂജഹലിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അബൂജഹൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മടിച്ചത്. അബൂജഹലിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിനോട് ഒരു വിരോധമില്ല. കാരണം അബൂജഹലിന് അറിയാം എന്ത്. അബൂജഹൽ സാക്ഷാൽ ഇബ്ലീസിന് പോലും അറിയാം, സാക്ഷാൽ പിശാച് ലഅനത്തുല്ലാഹി അലൈഹിക്ക് പോലും അറിയാം അള്ളാഹു ഉണ്ട് എന്നത്, അള്ളാഹു ഏകനാണ് എന്നത്, അള്ളാഹു പരമശക്തനാണ് എന്നത്, അള്ളാഹു അന്ത്യനാളിൻ്റെ ഉടമയാണ് എന്നത്. അതുകൊണ്ടല്ലേ ഇബ്ലീസ് ദ്വാരുന്നത്. ഇബ്ലീസ് ആരോടാ ദ്വാരുന്നത്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ദ്വാരുന്നത് ബദരീങ്ങളോടല്ല, മമ്പറത്തെ തങ്ങളോടല്ല. ഇബ്ലീസ് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. ഇബ്ലീസ് പറഞ്ഞു, റബ്ബി ബിമ അഗ്വൈതനി, എന്നെ നീ പിഴച്ച വഴിയിലാക്കിയത് കൊണ്ട് നിന്റെ അടിമകളെയും ഞാൻ പിഴപ്പിച്ചു കളയും. അതുകൊണ്ട് നീ എനിക്ക് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള അവസരം തരണം. കണ്ടോ? ഖാല ഫഇന്നക മിനൽ മുൻദരീൻ റബ്ബി അൻളിർനി എന്ന് ഇബ്ലീസ് പ്രാർത്ഥിച്ചു.
എങ്ങനെ പ്രാർത്ഥിച്ചത്? റബ്ബി അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ, പരലോക നാൾ വരെ എനിക്ക് ജീവിതം തരണം. അപ്പം എന്തൊക്കെയുണ്ട്? പരലോകമുണ്ട് എന്നവന് വിശ്വാസമുണ്ട്. പരലോകം ഉണ്ട് എന്ന് വിശ്വാസം ഇല്ലെങ്കിൽ അങ്ങനെ ദ്വാരക്കോ? പിന്നെ റബ്ബി എന്ന് പറഞ്ഞിട്ട് അത് വരക്കുന്നത്, ബദരീങ്ങളെ എന്ന് പറഞ്ഞിട്ടല്ല, CM മടവൂര എന്ന് പറഞ്ഞിട്ടല്ല, റബ്ബി അൻളിർനി. അപ്പോ എൻ്റെ ജീവിതം എടുക്കാനും എനിക്ക് ജീവിതം നൽകാനും കഴിവുള്ള ഒരേ ഒരുത്തൻ നീയാണ് എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത്. അൻളിർനി, എനിക്ക് നീ കാലതാമസം തരണം, നിന്റെ അടിമകളെയൊക്കെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇലാ യൗമി യുബ്അസൂൻ. അല്ലാഹു തആല ഒരു പരീക്ഷണം എന്ന നിലക്ക് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ഖാല ഇന്നക മിനൽ മുൻദരീൻ, നിനക്ക് അന്ത്യനാൾ വരെ ജീവിക്കുവാനും ഈ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള പെർമിഷൻ ഞാൻ തന്നിട്ടുണ്ട്. കണ്ടോ? അതുകൊണ്ട് ഇബ്ലീസ് മരിക്കൂല. ഖിയാമത്ത് നാളിൻ്റെ മുന്നേ അവൻ മരിക്കില്ല. അത് ഓഫറാണ്. അപ്പം ഇബ്ലീസ്, സാക്ഷാൽ ഇബ്ലീസിന് പോലും അറിയാം. പിന്നെന്താ അബൂജഹലിൻ്റെ കഥ? അപ്പം അബൂജഹലിന് അറിയാം, ബനു ഇസ്രായേലിന് അറിയാം, ജൂതന്മാർക്ക് അറിയാം, നസ്രാനികൾക്ക് അറിയാം. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് പറഞ്ഞു, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. വേദം നൽകപ്പെട്ട ആളുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണ സത്യസന്ധനാണ് എന്ന് 100% അറിയാം. അബൂജഹലിനും അറിയാം. എന്നിട്ട് എന്തേ ആ അറിവ് അവർക്ക് ഉപകാരപ്പെടാതിരുന്നത്? ആ അറിവനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ തയ്യാറായില്ല. ആ അറിവിൻ്റെ അനിവാര്യ താല്പര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ അവർ മനസ്സു കാണിച്ചില്ല. അതുകൊണ്ട് മക്കയിൽ നിങ്ങൾക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ, മുഹമ്മദ് നബി പ്രവാചകനായി വരുന്നതിൻ്റെ മുമ്പ് തന്നെ മക്കയിലും പരിസരത്തും തൗഹീദുള്ള, ഏത് വ്യക്തമായ തൗഹീദുള്ള ആളുകളുണ്ടായിരുന്നു. ഇബ്രാഹിമി മില്ലത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു വറഖത്ത് ഇബ്നു നൗഫൽ. നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തൊട്ടു മുന്നേ ജീവിച്ച ഒരാളാണ്. അതുപോലെ ബുഹൈറ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയ ഉടനെ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെയും കൊണ്ട് ഒരു പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ പുരോഹിതനാണ് ബുഹൈറ. അദ്ദേഹം വിശ്വാസിയായിരുന്നു, ഏകദൈവ വിശ്വാസിയായിരുന്നു, തൗഹീദുള്ള ആളായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് എന്തേ അവിടെ ഒരു ബദർ യുദ്ധം നടന്നില്ല? അവിടെ ഉഹദ് യുദ്ധം നടന്നില്ല? അവിടെ സംഘടന നടന്നില്ല? വറഖത്ത് ഇബ്നു നൗഫലും ഖുറൈശികളും തമ്മിൽ എന്തുകൊണ്ട് സമരം നടന്നില്ല? എന്തുകൊണ്ട് അവരുടെ ഇടയിൽ പരസ്പരം വിദ്വേഷമുണ്ടായില്ല? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊരു പ്രത്യേക ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. എന്താണ് ആ പ്രത്യേകത? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരമ്പരയായിട്ട് വരുന്ന എല്ലാ പദ്ധതികളും നിങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടി വരും. അത് അബൂജഹലിനറിയാം. വറഖത്ത് ഇബ്നു നൗഫൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നു, വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കാരം നോമ്പൊക്കെ ഉണ്ടാകും. അതേസമയത്ത് സമൂഹത്തിൻ്റെ മൊത്തം ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ആഹ്വാനവുമായിട്ടല്ല വറഖത്ത് ഇബ്നു നൗഫൽ വന്നിട്ടുള്ളത്. എന്നാൽ മുഹമ്മദ് നബി വന്നത് അങ്ങനെയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിനനുസൃതമായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കണം. അതുകൊണ്ട് അബൂജഹലിന് അറിയാം, ഞാൻ എപ്പോഴാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് അപ്പോൾ മുതൽ ഞാൻ നിസ്കരിക്കേണ്ടി വരും. അപ്പോൾ മുതൽ ഞാൻ എൻ്റെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം മുഹമ്മദിൻ്റെ ഫണ്ടിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ മുതൽ എനിക്ക് 4-ലധികം ഭാര്യമാരുണ്ടെങ്കിൽ 5ാമത്തവളെ തൊലാക്ക് ചൊല്ലി പിരിക്കേണ്ടി വരും. എപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ അപ്പോൾ മുതൽ എനിക്ക് വ്യഭിചാരം നിർത്തൽ ചെയ്യേണ്ടി വരും. അതെനിക്ക് കഴിയില്ല. എന്നാൽ കേവലം ഒരു വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണെങ്കിലോ മൂപ്പർക്ക് പ്രശ്നമില്ല. എന്നാൽ മുഹമ്മദ് നബി അത് അനുവദിക്കുകയില്ല. അത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് സംഘട്ടനത്തിൻ്റെ, പോർമുഖത്തിൻ്റെ ഒരു മൈതാനം അവിടെ തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തെയും എൻ്റെ സംസാരം കേൾക്കുന്നവരെയും ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ വലിയ ഒരു ആദർശത്തിൻ്റെ വാഹകരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് പ്രവർത്തന രംഗത്ത് നമുക്ക് ഏത് രീതിയിലും പ്രവർത്തിക്കാം എന്നതല്ല. നമ്മൾ ഈ ആദർശത്തെ മനസ്സിൻ്റെ ഉള്ളിൽ വെക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കർമ്മ പദ്ധതിയിലേക്ക് അത് കൊണ്ടുവരികയും നമ്മുടെ ജീവിതമാസകലം, നമ്മുടെ ജീവിതം
അടിമുടി മാറ്റത്തിന് വിധേയമാവണം. നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം, നമ്മുടെ നാട്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം, നമ്മൾ നിസ്കരിക്കുന്ന പള്ളി, നമ്മൾ ഭരിക്കുന്ന രാജ്യം, നമ്മൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ, എല്ലാ കേന്ദ്രങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അലയൊലികൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാകുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ കേവലം വ്യാമോഹികളും കേവലം കളവ് പറയുന്നവരുമാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നു എന്നല്ലാതെ പുറത്തേക്ക് അതിൻ്റെ ഒന്നും അടയാളങ്ങൾ കാണാത്ത വിധത്തിലുള്ള ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഏണി വെച്ചു കൊടുക്കാൻ, അവർക്ക് പിന്തുണ നൽകാൻ, അവർക്ക് സപ്പോർട്ട് നൽകാൻ പല ആളുകളും ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില സിദ്ധാന്തങ്ങൾ മെനഞ്ഞ് കൊടുക്കുകയും അതിലവർ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും നമ്മൾ തെറ്റിദ്ധാരണയിൽപ്പെടാൻ പാടില്ല. അഹ്ലുസുന്നയുടെ വിശ്വാസം എല്ലാ കർമ്മങ്ങളും, സുന്നത്തായ കർമ്മങ്ങൾ വരെ, ഫർള് മാത്രമല്ല സുന്നത്തായ കർമ്മങ്ങൾ വരെ ഈമാനാകുന്നു എന്ന് പറഞ്ഞാൽ സുന്നത്തായ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കാഫിറാകും എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ അതിനെക്കുറിച്ച് ഈമാൻ എന്ന് തന്നെ പറയണം, അതിനെക്കുറിച്ച് ഈമാൻ എന്ന് തന്നെ പറയണം എന്ന് വാശിയുള്ളവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇമാം ഷാഫി റഹിമഹുള്ളയും ഇമാം മാലിക്കും ഇമാം അഹ്മദും തുടങ്ങിയിട്ടുള്ള മദ്ഹബിൻ്റെ ഇമാമീങ്ങൾ റളിയല്ലാഹു അൻഹും ജമിയൻ അവരെല്ലാവരും ഇത്തരം കർമ്മങ്ങളെക്കുറിച്ച് മുഴുവനും ഈമാൻ എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിൽ ഈമാനുള്ളവൻ എന്ന് മാത്രം പറഞ്ഞ് ഈ വിഷയത്തെ ലാഘവത്തോടുകൂടി കണ്ട് നാട്ടിൽ തോന്നിവാസവും തമ്മാടിത്തരവും ദുരാചാരങ്ങളും ശിർക്കും പ്രചരിപ്പിക്കുന്നതിന് പ്രതിരോധം തീർക്കാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകരുത് എന്ന് എൻ്റെ സ്വന്തത്തോടും എൻ്റെ സംസാരം കേൾക്കുന്നവരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു.